ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് തിരുവോണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് വെച്ചാൽ തൃശ്ശൂരിൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചവർക്ക് സ്നേക്ക് പാർക്കും മലമ്പുഴയും കാണിച്ചെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ സ്നേക്ക് പാർക്കിലോട്ട് പോയി. ഈ പാമ്പിനെ എനിക്ക് കണ്ടപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പോലെ ആയിരുന്നു കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ചില്ലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. അടുത്തത് ഇത്രയും വലിയൊരു കൂടുതൽ ആകപ്പാടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ചേരപ്പാമ്പ്, മൂർക്കം പാമ്പ്, മലമ്പാമ്പ്. എനിക്ക് ചേരപ്പാമ്പിനെ കണ്ടിട്ട് ഇങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, കാരണം സ്ലിപ്പറും കാണുന്ന സാധനമാണല്ലോ. പിന്നെ മൂർക്കം പാമ്പും മലമ്പാമ്പായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടുകാർക്ക് മൂർക്കം പാമ്പ് ഒന്നുമില്ല എന്നായിരുന്നു കേട്ടോ. പിന്നെ ഈ മൂർക്കം പാമ്പിനൊരു സ്വഭാവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്രയും നേരം പത്തിയുടെ അടുത്ത് വെക്കും. ഞാൻ കറക്റ്റ് വരുമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ത്തും. എനിക്കിങ്ങോട്ട് ദേഷ്യം കയറി വന്നേ. പിന്നെ കുറച്ചല്ല, ഒരു മലമ്പാമ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഈ എന്താണ് ആ ചേരപ്പാമ്പുണ്ടല്ലോ, ആ പാമ്പാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരാനായിട്ട് നോക്കിയിരുന്നു. അതാണ് ഈ വലിയ വലിയ ഇങ്ങനെ ഒരു നെറ്റായിരുന്നു. അതിൽ കൂടെ എങ്ങാനും കയറുന്ന ഒരൊറ്റ ചീറ്റിലും ചീറ്റിക്കഴിഞ്ഞാൽ തീർന്നില്ല. വിഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര പേടിയില്ലായിരുന്നെങ്കിലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെയൊക്കെ കയറാൻ നോക്കുന്നുണ്ടായിരുന്നു. കുറേ ചിലപ്പം ഇങ്ങനെ കയറാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, അയ്യോ മാറി നിൽക്കുന്നത്. പക്ഷേ ഈ പാമ്പ് കയറി വരുന്ന ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പേടിയുള്ളൂ. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ ഞാനും. അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഈ മൂർക്കം പാമ്പ് അങ്ങനെ ഞങ്ങൾ പോണ ആ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. അതുകൊണ്ടല്ലോ ഇതുപോലെ തന്നെ അത് കയറി വരുന്നുണ്ടായിരുന്നു. പകുതി എത്തുമ്പോൾ അത് താഴത്തേക്ക് പോവുകയും ചെയ്യണം കേട്ടോ. പിന്നെ ഈ മൂർക്കം പാമ്പ് അങ്ങ് കയറാൻ നോക്കി, പക്ഷെ അത് അവനങ്ങ് ഒത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും വലിയൊരു കൂട്ടിലെ മലമ്പാമ്പോ എന്തൊരു പാമ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ വാലൊക്കെ മുറിഞ്ഞെടുക്കുക, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്രൊക്കഡൈലിനെ കാണാൻ പോയി. ഇതിനെയൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എന്തൊരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അനങ്ങുന്നുമില്ല, കണ്ണും തുറക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല, അതുപോലെയായിരുന്നു. വായ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ എരനെ പിടിക്കാൻ നിൽക്കുന്നതായിരുന്നു അപ്പച്ചൻ പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നാക്കക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓണത്തിന് പൂ പറിക്കാൻ പോയപ്പോൾ കണ്ട ആളെ ഞാൻ വീണ്ടും കണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ വീട്ടിൽ കിടക്കുന്ന കുറച്ച് പാമ്പുകളൊക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാഭം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഇത്രയും വലിയ കൂട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞ ആ മലമ്പാമ്പുകൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അതിൻ്റെ വല മുറിഞ്ഞു പോയി കിടക്കായിരുന്നു. കാരണം എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇത് തോന്നുന്നത് ആ ഭാഗം മാത്രം ഇങ്ങനെ ചത്തുപോയ പോലെ. കാരണം എന്ന് വെച്ചാൽ അവിടെ മാത്രത്തിൽ മഞ്ഞപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു കൂടായിരുന്നു. തൊട്ടടുത്ത് ഈ ഒറ്റപ്പെട്ട് പോയ പാമ്പ് കിടക്കായിരുന്നു കേട്ടോ. അത്രയും അടുത്തായിരുന്നു ഇനി നെറ്റ് കേസിന്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവസാനം ഈ ഒരു പാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് മലമ്പുഴയിലോട്ടായിരുന്നു, മലമ്പുഴ ഡാമിക്ക്. അവിടെ എത്തിയപ്പോഴേക്ക് ഇത്തിരി കാർമേഘമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയറാൻ തുടങ്ങിയപ്പോൾ വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ട് ആദ്യം തന്നെ കണ്ടത് ഈ വഞ്ചിയായിരുന്നു. അത് വഞ്ചി എന്തിനീ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന വഞ്ചി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടായിരുന്നു നടന്നത്. പിന്നെ ഈ ഒരു പാലുണ്ട്, എനിക്കിത് ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ എങ്ങനത്തെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. ആലോചിക്കാൻ തന്നെ വയ്യ. അതിൽ കൂടെ ആയിരുന്നു നടന്നത്. പിന്നെ നടുക്കെത്തുമ്പോൾ ഈ എൻ്റെ ചേട്ടൻ്റെ വക പാല ആട്ടലും അതും കൂടി ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയ പോലെ ആയിരുന്നെങ്കിലും ഞങ്ങൾ അവസാനം ഈ മലയോ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ കയറി പോയായിരുന്നു. ഞാൻ ഈ കുഞ്ഞു കൊച്ചിൻ്റെ കൈയും പിടിച്ചിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുമില്ല, പക്ഷെ എന്നാൽ കൈ വിടുമില്ല, അങ്ങനെയായിരുന്നു. പിന്നെ ഈ വിൻഡ് മില്ലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പാലക്കാടുകാർക്ക് ഇങ്ങനെ എന്തൊക്കെ അറിയുമായിരിക്കും. ആ സ്റ്റെപ്പൊക്കെ കയറി പോയിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് എത്തുമല്ലോ. അവിടെ പോയപ്പോൾ ചേട്ടായി ഞാനും കൂടി എൻ്റെ ചേച്ചിക്ക് ഡയറി എടുത്തു. ഡയറി വേറെ ഒന്നുമല്ല, ആ ഒരു മോൾ ഭാഗം ഉണ്ടല്ലോ അവിടെ പോയിട്ട് കിടക്കാനായിരുന്നു. എൻ്റെ ചേച്ചി ഫസ്റ്റ് പോയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഗൈസ്. എന്നിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി അത് ചെയ്യുകയും ചെയ്തപ്പോഴുള്ള അവസ്ഥ ഇത് ആലോചിച്ച് നോക്കുക ഗൈസ്. അപ്പുറത്തിപ്പുറത്തോടൊക്കെ ആൾക്കാർ ഉപച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് മുകളിൽ നിൽക്കുമ്പോഴേ ഞാൻ മുടിയൊക്കെ പറത്തിയിട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റുമായിരുന്നു ഗൈസ്. എന്നിട്ട് പിന്നെ അവസാനം എനിക്കും ഡയറി തന്നു ഗൈസ്. സംഭവം വേറെ ഒന്നുമല്ല, തൊട്ടടുക്കുന്ന ചേട്ടനോട് പോയിട്ട് എന്നാലും ഡാമത്തെ വെള്ളമൊക്കെ കുറഞ്ഞൂലേ എന്ന് ചോദിക്കാം. പക്ഷേ ഫോട്ടോ എടുക്കുന്ന തിരക്ക് കൊണ്ട് ഞാനത് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരുടേത് തല്ലൊക്കെ വാങ്ങിച്ചിട്ട് വരേണ്ടി വന്നാലും. പിന്നെ മുകളിൽ നല്ല വ്യൂ ആയിരുന്നു. കാരണം വെച്ചാൽ ആ മലകളിലേക്കൊക്കെ ചെറിയൊരു വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡാമിലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ മലമ്പുഴയൊക്കെ കണ്ടു വരുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് തൃശ്ശൂരിൽ നിന്ന് ഫാമിലിത്തെ ഒരു കൊച്ചിട്ടോ. അവരെ ഞങ്ങൾ തൃശ്ശൂർക്ക് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളുടെ കാറിൽ തിരിച്ചു വന്നു. പക്ഷെ ഒടുക്കത്തൊരു ബ്ലോക്കായിരുന്നു കേട്ടോ. ഈ മലമ്പുഴയുടെ അവിടേക്ക് കാറിലിരുന്ന് വേർത്തൊരു പണ്ടാരം അടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങ് പോയപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഫുൾ കൈ ടീഷർട്ട് ഷൂസ് നല്ല സെറ്റപ്പിലായിരുന്നു ഞാൻ വന്നതേ.
ഇങ്ങനെ നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലത്ത് എന്നുണ്ടെങ്കിൽ ഓണപ്പരിപാടി നടക്കുമായിരുന്നു, ഓണത്തല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലം കയറിയപ്പോൾ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് സ്നാപ്ചാറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ഫിൽറ്റർ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാവർക്കും